ഉരുളക്കിഴങ്ങ് കുറച്ചുകൂടി കാണായിരുന്നു അല്ലേ? Human alien madness. ഹലോ, ഗുഡ് ഈവനിങ്. ഞാനിതാ ക്യാമ്പിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത്. ഞാനും നൗഷാദ് പണിക്കാരനുണ്ട്. മുമ്പ് പോകുന്നുണ്ട്. പിന്നെ ഇതാണ് ലൊക്കേഷൻ കേട്ടോ. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. പക്ഷെ ഞങ്ങൾ ആ ടൂറിസ്റ്റുള്ള സ്ഥലത്തേക്കല്ല പോകുന്നത്. നമ്മൾ യൂസ് ചെയ്യാത്ത പിന്നെ ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങോട്ടേക്ക് കിടക്കട്ടെ. താഴണ്ട, കുഴിയണ്ട. അവിടെ സൺസെറ്റ് ആകുന്നുണ്ട്. അടിപൊളി ലൊക്കേഷനാ. നൗഷാദുണ്ട്, പണിക്കാരൻ. അരേ വാ, എന്താ വ്യൂ ഉണ്ടാ? ഇവിടെ കേട്ടാ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. ഈ സ്ഥലത്താണ് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. എന്താ ഇവിടെ നല്ല സ്ഥലമുണ്ട്. ഓക്കെ,
ഇതാണ് ഫാൻ കേട്ടോ. അതാ ഇത് സമ്മറിലെല്ലാം ബെസ്റ്റ് സാധനമാണ്. ലൈറ്റുണ്ട്, പിന്നെ ഈ മോഡും ഉണ്ട്. നല്ല ഓപ്ഷനാണ് ഇത്. ചായ കുടിക്കണ്ടേ? വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് അടിക്കുക, പിന്നെ കമൻറ്റ് ചെയ്തോ, നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്തോ. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും പ്രശ്നമില്ല. എന്തെങ്കിലും പാളിച്ചകളുണ്ടോ, പിന്നെ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. നല്ല കാറ്റാണ്. സൗണ്ട് ക്ലിയർ ആകുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല അടിപൊളി കാറ്റാണ്. മേലെ ഫുള്ള് നക്ഷത്രങ്ങളാണ് കേട്ടോ. താഴെ നക്ഷത്രങ്ങൾ പോലെ തന്നെ ഫുള്ള് ടൗണ് കാണുന്നുണ്ട്. പിന്നെ മയിലിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ നിന്ന് ചീവീടിൻ്റെ ശബ്ദം. ഇതൊക്കെയല്ല വേണ്ടത്. ഇതാണ് ശരിയായ നാച്ചുറൽ വൈബാണ് കേട്ടോ. ചായയും പിന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും തോന്നുന്നുണ്ടാവുമല്ലോ ഞങ്ങൾക്കും ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് പിന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ്, പിന്നെ ഇങ്ങനൊരു പ്രോഗ്രാം തുടങ്ങണം എന്നുള്ളത്. ഒരു ബിസിനസ് പോലെ. കുറേ ആൾക്കാർ ഇങ്ങനത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നില്ലേ, അതേപോലെ ഇങ്ങനത്തെ ട്രക്കിങ്ങും ക്യാമ്പിങ്ങും ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനുണ്ട്. പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി, മീഡിയം, ഹാർഡ് എന്നുള്ള ലെവലിലാണ് ഉണ്ടാകുക. അപ്പോൾ ഞങ്ങൾ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓൾറെഡി എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ഇന്നേ സ്പോട്ടിൽ പോകാൻ താല്പര്യമുള്ള ആൾ ഇന്നേ ഡേറ്റിന്, പിന്നെ എത്ര ആളായാലും കുഴപ്പമില്ല, അതിപ്പം ലെവൽ നോക്കിയിട്ടാണ് ചെയ്യുക. പിന്നെ ഈസി ലെവലിൽ താല്പര്യമുള്ള ആളാണെങ്കിൽ ഈസി എന്ന് കൊടുത്തിട്ടാണ് അറിയിക്കുക. പിന്നെ ഇന്നേ സ്പോട്ടിൽ പോയിട്ട് അവിടെ നൈറ്റും ഡേയും അങ്ങനെ ഉള്ള അതിൻ്റെ ഇത് നോക്കിയിട്ട് പിന്നെ ക്യാമ്പ് ചെയ്യുന്ന രീതികളും, പിന്നെ ഫുഡ്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ലഞ്ച്, അങ്ങനത്തെ ട്രക്കിങ് ഇത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും, ഇത്ര പിന്നെ മണിക്ക് അവിടെ പോയി ക്യാമ്പ് ചെയ്യും, ഇത്ര മണിക്ക് ലൊക്കേഷനിലെത്തണം, അവിടെ നിന്ന് പിക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് അങ്ങനെ ഞങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫൈനലായി കഴിഞ്ഞാൽ
അതിൻ്റെ ഡേറ്റും ലൊക്കേഷനും അറിയിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ പറയാം കേട്ടോ. താല്പര്യം ഒരുപാട് ആൾക്ക് താല്പര്യം ഉണ്ടെന്ന് അറിയാം. കുറേ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുമുണ്ട്. പിന്നെ കുറേ ആളുകൾ ഇങ്ങനെ കമൻറ്റിലും ചോദിച്ചിട്ടുണ്ട്. കുറേ ആൾക്ക് ഇങ്ങനെ കാഷ്വലായിട്ട് നേരിട്ടും ചോദിച്ചിട്ടുണ്ട്, വാട്സപ്പിലും ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സും അങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇത് ഓൾറെഡി ഇങ്ങനെ ഒരു ബിസിനസ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് പിന്നെ ചെയ്യാൻ എളുപ്പമാണല്ലോ. അല്ലാണ്ട് ഇപ്പം നീ നാളെ എൻ്റെ കൂടെ വരുന്നോന്ന് അപ്പോൾ ചിലപ്പോൾ വരാൻ സാധ്യതയില്ല, ചിലപ്പോൾ എന്തെങ്കിലും ക്യാൻസൽ ആകാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇങ്ങനൊരു പരിപാടിയായിട്ട് തന്നെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വൃത്തിയിൽ നടക്കുമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു പിന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. സ്റ്റാർട്ട് ചെയ്യാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനമായി കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവരും അറിയിക്കുക. ഞാൻ എൻ്റെ ഇതിൽ യൂട്യൂബിൽ ചാനലിൽ ഞാൻ എൻ്റെ നമ്പർ ആഡ് ചെയ്യുന്നതാണ്, വാട്സപ്പിൻ്റെ. നിങ്ങൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ പിന്നെ ആ താല്പര്യമുള്ള ആൾക്കാർ അതിൻ്റെ അകത്ത് പിന്നെ മെസ്സേജ് ചെയ്യുക. പിന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാനോ അല്ലെങ്കിൽ പിന്നെ നൗഷാദ് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അത് അറിയിക്കുന്നതാണ്. ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് അതിലിടും, അല്ലെങ്കിൽ ഒരു റീൽ ഉണ്ടാക്കിയിട്ട് ഇടും. അപ്പോൾ നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ ആർക്ക് താല്പര്യമുള്ള ആൾക്കാർ അറിയിക്കുക. ഓക്കെ? ഓ ഫുഡായാ? അപ്പോൾ ഗൈസ് ഫുഡായിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ട് കഴിക്കാം. ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടാണ്, ഞാൻ ഈ ചായ മാത്രം ഉണ്ടാക്കിയത്. സാധനങ്ങളൊക്കെ പുള്ളിയാണ് കൊണ്ടുവന്നത്. അപ്പം പുള്ളീൻ്റെ അടുത്ത് സാധനം ഉള്ളതുകൊണ്ട് പിന്നെ ഫുഡ് ഞാൻ ഉണ്ടാക്കാൻ നിന്നില്ല. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. ഓക്കെ? പ്ലേറ്റ് ഉണ്ടോ അവിടെ? ഉണ്ടല്ലേ? ആ ഓക്കെ. എന്താ ആക്കിയത്? ചിക്കനല്ലേ? ചിക്കനും നീ പറഞ്ഞ പോലെ കിഴങ്ങ് ബിരിയാണി. തെറ്റാണോ? ഓ അടിപൊളി. അതെന്താ കാപ്പിയാ? അപ്പം ഫുഡ് കഴിക്കട്ടെ. പുള്ളി ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പണിക്കാരൻ ഓക്കെ. വെള്ളം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എന്താ സുഖം. കുറച്ച് ഇതിലായി ഒഴിച്ചോ. മതി 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 മതി. കുറച്ച് തണുപ്പുണ്ടല്ലേ? ചെറിയ കാറ്റ്. ഞാനിങ്ങനെയല്ല വിചാരിച്ചേട്ടാ, ഇത് കറി പോലെ ആയില്ലേ. ഞാൻ കുറച്ച് മറ്റേ ഫ്രൈ പോലത്തെ എന്തായാലും കഴിക്കുക, അത്ര തന്നെ. അത് അത്ര മതി, കുറേ ആയിട്ടല്ല, അത്രേ തരുള്ളൂ. ഉരുളക്കിഴങ്ങ് കുറച്ചുകൂടി കാണായിരുന്നു അല്ലേ? എന്നാ നീ പറഞ്ഞ ബിരിയാണി ആയനെ. അതെ, സംഭവം ടേസ്റ്റ് ഉണ്ട്. അടിപൊളി, നന്നായിട്ടുണ്ട് കേട്ടാ. നിന്റെ വേറെ കുടിക്കണുള്ളൂ അല്ലേ? നേരത്തെ മയിലുകൾ കറിയുന്ന വെച്ചാ എന്താ രസമല്ലേ? അങ്ങനെ മുഴങ്ങി കേൾക്കണം. കാടല്ലേ? ഇവിടെ അതിന് കാട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് പറയാനുണ്ടാ? എല്ലാം കാട് തന്നെയല്ലേ. വയനാട് എന്ന് പറഞ്ഞാൽ മൊത്തം കാട് തന്നെയല്ലേ. അതിൻ്റെ ഇടയിൽ കുറച്ച് ടൗൺ ഉണ്ട് എന്നല്ലേ ഉള്ളൂ. പക്ഷെ എല്ലാം ഒരു രസമുള്ള കാടല്ല, നമുക്കൊരു ആസ്വദിക്കാൻ പറ്റിയ. അത് ഭംഗിയില്ല. ആളുകള് ചിന്ത എന്താന്ന് വെച്ചാല് കാട് എന്തോ ഒരു വേറെ എന്തോ ഒരു സ്ഥലത്ത് മാറ്റി വെച്ച പോലെയാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാടാണ്, അതിൻ്റെ ഇടയിൽ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ടൗൺ ഉണ്ടെന്നേ ഉള്ളൂ. അതെ. അല്ല, നമുക്ക് ഇനിയൊരു 2 ദിവസം ഏതെങ്കിലും ഒരു കാട് പ്ലാൻ ചെയ്യണ്ടേ? അതെ, മാനന്തവാടി ആക്കിയല്ലോ. മാനന്തവാടി പോലെ കുട്ട ആ സൈഡിൽ കർണാടക.
ഞാനും കുറേ ദിവസമായി ഇങ്ങനെ പിന്നെ ജംഗിൾ സഫാരി ചെയ്തിട്ടില്ല. ട്രക്കിങ്ങും ഹൈക്കിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കാട്ടിൻ്റെ ഉള്ളിലല്ലല്ലോ, കാട്ടിൻ്റെ ഔട്ട്സ്കേർട്ടിലല്ലേ. നമ്മുടെ ഫുഡ് അടി കഴിഞ്ഞു കേട്ടോ. ഫുഡ് എൻ്റെയും കഴിഞ്ഞു. എന്താ വ്യൂ അല്ലേ അത്, വ്യൂ അല്ലേ ഞാൻ നോക്കണം. എന്താ ടേസ്റ്റ്? ടേസ്റ്റ് വേറെ ടേസ്റ്റാ, അത് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ഞാൻ ഉണ്ടാക്കിയോണ്ടല്ലേ. ടേസ്റ്റ് ഉണ്ടോ? നീ ഉണ്ടാക്കിയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി മുട്ട അങ്ങനെ തന്നെയല്ലേ, കാക്കക്ക് തൻ കുഞ്ഞ് പൊൻ കുഞ്ഞെന്നല്ല അറിയാം. പിന്നെ അപ്പൊ ഇനി ഉറങ്ങല്ലേ ഇത് കഴിച്ചിട്ട് കഴിഞ്ഞിട്ട്? കുറച്ചേരം അവിടെ പോയിരിക്കാം. അവിടെ പോയി ഇരുന്ന് കുറച്ച് കാറ്റുള്ളല്ലേ ആദ്യം. എന്തേ തുള്ള ചാടി വായി കയറിയോ? ഇല്ലില്ല, ഇതിലുണ്ടായിരുന്നു. അത് സാറില്ല, വിറ്റാമിനല്ലോ. ഞാൻ ഇപ്പം അങ്ങനത്തെ രണ്ടെണ്ണത്തിന് കൊടുക്കും. മിന്നാമിനിങ്ങനെ കണ്ട പാത്രങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തവളനെ കണ്ട ഇതേതാ തവള എന്നറിയോ ആർക്കെങ്കിലും? ഇതുണ്ടോ? മഞ്ഞ കളറാണ്. ഇതെല്ലാം കണ്ടും കംപ്ലീറ്റ് മലയാണ് കേട്ടോ. വേണ്ട, കംപ്ലീറ്റ് മലയാണ്. ഇങ്ങോട്ട് കംപ്ലീറ്റ് ടൗണാണ്. വേണ്ട, ഇവിടെയാണ് ടെൻറ്റുള്ളത്. ഫസ്റ്റുള്ളത് എൻ്റെ ടെൻറ്റ്, അതിൻ്റെ പിന്നിലുള്ളത് നൗഷാദ് പണിക്കാരൻ്റെ ടെൻറ്റാണ്. ഇതാണ് ശരിക്കുള്ള വ്യൂ. കണ്ട, ഈ വ്യൂ ആണ് അടിപൊളി. അവിടെ പൊട്ടാസ് കിട്ടുന്നുണ്ട, കാണുന്നുണ്ടോ അറിയില്ല. കണ്ട, എന്താ രസം കാണാൻ. നീ ഇങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കുന്ന ശരിയല്ല, ലേറ്റായി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ നല്ല കോടയാട്ടാ, ഒന്നും കാണാൻ പറ്റില്ല, ഭയങ്കര കോട. ഇന്നലെ രാത്രി ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, ഒരുപാട് നേരം ഉണ്ടായിരുന്നു. ടെൻ്റൊക്കെ ഫുള്ള് നനഞ്ഞിട്ടുള്ള, വേണ്ട കംപ്ലീറ്റ് നനഞ്ഞിട്ടുള്ള. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടെ ഭയങ്കര കോട, ഒന്നും കാണില്ല. ഇപ്പോൾ പോകുന്ന വഴി തന്നെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നോക്കട്ടെ, എനിക്ക് കാണിച്ചു തരാം ഇവിടെ കോട എങ്ങനെയുള്ളതെന്ന്.
കണ്ടോ ടെൻറ്റ് കംപ്ലീറ്റ് നഞ്ഞിട്ടുള്ള കണ്ടോ കംപ്ലീറ്റ് നഞ്ഞിട്ടുള്ള കോട കണ്ടോ. ഇവിടുന്ന് ഞാൻ സ്ഥലം വിടുക. ഒന്നാമത് ടെൻറ്റ് എല്ലാം നഞ്ഞിട്ടുള്ള, സ്ലീപ്പിംഗ് ബാഗ് പോലും നഞ്ഞിട്ടുള്ള, ആ ഉള്ളിൽ അടിയിലും എല്ലാം നഞ്ഞി. അപ്പോൾ ഇവിടുന്ന് സ്ഥലം വിട്ടെ ഗൈസ്. ഇനി പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. സമയം ഇപ്പോൾ 6:30 മണി ആയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. 6:30 ആയിട്ടില്ല, 6:15, 6:20. അപ്പം ഇവിടുന്ന് സ്ഥലം വിടത്താൽ എന്നാൽ പിന്നെ പറഞ്ഞ പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്തിട്ട് പിന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അപ്പം ഇനി എന്തായാലും ടെൻറ്റ് മടക്കിയിട്ട് ഇവിടുന്ന് സ്ഥലം വിടട്ടെ. പോകാനുള്ള വഴി മനസ്സിലാവുമെന്നറിയില്ല നടക്കുമ്പോൾ. കുട ഇങ്ങ് പാറി വീഴാന്നാ കണ്ടോ.